എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 36, 37, 38 എന്നീ 3 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അക്രൂരനെ അമ്പാടിയിലേക്ക് വിടാനുള്ള പുറപ്പാടാണ്. അതന്നെയാണ് അത്. കംസൻ പറയണ വാക്കുകൾ 2 ശ്ലോകങ്ങളിൽ കൂടെയുണ്ട്. നമുക്ക് ആദ്യം 36ാമത്തെ ശ്ലോകം നോക്കാം. ഉപായശ്ച ധനുര്യാഗശൂരാണാം കൗതുകാവഹ തസ്യ തദ്ദർശനൗത്സുക്യം ജനയാഭീഷ്ടസിദ്ധയേ. പദച്ഛേദം പറയാം. ഉപായ ച ധനുര്യാഗ ശൂരാണാം കൗതുകാവഹ തസ്യ തദ്ദർശനൗത്സുക്യം ജനയ അഭീഷ്ടസിദ്ധയേ. ഇവിടെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് താമാനേതും ഉപായേന എന്ന് പറയുമ്പോൾ ഈ ഉപായമൊക്കെ പറഞ്ഞിട്ട് വേണം കൊണ്ടുവരാൻ. അങ്ങനെ പറഞ്ഞത് കേൾപ്പിച്ച് അമ്പാടിയിൽ നിന്ന് മധുരയിലേക്ക് കൊണ്ടുവരണം. എന്തുണ്ടെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് കൊണ്ടുവരണത് എന്ന് പറയുകയാണ്. ഉപായ ച ഉപായമാകട്ടെ. എന്തായിരുന്നു ഉപായം? ശൂരാണാം കൗതുകാവഹ ധനുർയാഗ. ശൂരന്മാരെന്ന് വെച്ചാൽ മിടുക്കന്മാർ, വില്ലാളി വീരന്മാർ, നല്ല ഓജസ്സും തേജസ്സും ഒക്കെ ഉള്ള ആൾക്കാർ. അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് പറയാൻ പോണത്. ശൂരാണാം കൗതുകാവഹ ധനുർയാഗ. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ധനുർയാഗം. ധനുസ്സ് വെച്ച് പൂജ, വില്ല് വെച്ച് പൂജ നടത്തുക, യാഗം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആ വില്ല് കാണാനുള്ളൊരു ഉത്സാഹം, പൂജ കാണാനുള്ളൊരു ഉത്സാഹമൊക്കെ ബാലകന്മാർ, വീരന്മാരായിട്ടുള്ള പയ്യന്മാർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആ പേര് പറഞ്ഞിട്ടാണ് നീ അവിടെ നിന്ന് അക്രൂരരെ അങ്ങ് അമ്പാടിയിൽ നിന്ന് ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുവരേണ്ടത്. അവർക്ക് കാണാനും അതിൽ പങ്കുകൊള്ളാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെ പല പല മോഹങ്ങളുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നഗരത്തിലാണ് അത് നടക്കുന്നത്. അപ്പോൾ നാട്ടിൻപുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും നഗരം കാണാനുള്ള ഉത്സാഹം നല്ലോണം കൂടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്പാടിയിലിരിക്കുന്ന കൃഷ്ണനെ ഇങ്ങോട്ട് നീ കൊണ്ടുവരണം എന്ന് പറയാണ്. എന്നിട്ട് കംസൻ തൻ്റെ അഭീഷ്ടം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അക്രൂരനോട് പറഞ്ഞിട്ടില്ല. ശത്രുവിനെ കൊണ്ടുവരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശത്രുവിനെ വധിക്കണം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യംഗ്യാർത്ഥം. അപ്പോൾ ഇവിടെ പറയാണ് അഭീഷ്ടസിദ്ധയേ. അഭീഷ്ടസിദ്ധി എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇംഗിതം നടപ്പിൽ വരുത്തുന്നതിന്, അതായത് കൃഷ്ണനെ വധിക്കുന്നതിന് എന്നർത്ഥം. അത് വാച്യമായിട്ട് പറയണില്ല. ഇനി കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് അഭീഷ്ടസിദ്ധയെ തസ്യ ആ ബാലകന് തദ്ദർശന ഔത്സുക്യം ജനയ. തദ്ദർശന ഔത്സുക്യം എന്ന് പറഞ്ഞാൽ വില്ല് കാണാനുള്ള മോഹം പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ അഭീഷ്ടസിദ്ധി, അതായത് കൃഷ്ണനെ വധിക്കുക എന്നുള്ളത്, മഹാവിഷ്ണുവിനെ എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് ആ ബാലകനെ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ധനുർയാഗത്തിനെ പറ്റിയിട്ടൊക്കെ നല്ലവണ്ണം പുകഴ്ത്തി കാണാനൊക്കെ കുറേ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണം. അത് അങ്ങയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് അങ്ങ് അമ്പാടിയിലേക്ക് പോകണം എന്നാണ് ഇവിടെ അക്രൂരനോട് കംസൻ പറയണത്. അങ്ങനെ പറഞ്ഞ് മനസ്സ് മാറ്റിയിട്ട് വേണം അവിടെ നിന്ന് ഔത്സുക്യം ഉണ്ടാക്കിയിട്ട് നല്ല ആകാംക്ഷ, എങ്ങനെയിരിക്കും ധനുസ്, എങ്ങനെയിരിക്കും യാഗം, എങ്ങനെയാവുമായിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് പ്രവൃത്തികൾ, നഗരത്തിൻ്റെ ഭംഗി, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലും താല്പര്യം ഉണ്ടാവുമല്ലോ. അതൊക്കെ ജനിപ്പിച്ചിട്ട് അവനെ മധുരാപുരിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുകയാണ് ചെയ്യണത്. നമുക്ക് 37ാമത്തെ ശ്ലോകം നോക്കാം. ഇതി ഭോജേശ്വരേണോക്തേ സതഥേത്യന്വമന്യത തദ്ദർശനേന നയനേ സഫലീകർത്തുമുത്സുക. പദച്ഛേദം ആദ്യം പറയാം. ഇതി ഭോജേശ്വരേണ ഉക്തേ സ തഥാ ഇതി അന്വമന്യത തദ്ദർശനേന നയനേ സഫലീകർത്തും ഉത്സുക. അങ്ങനെ അമ്പാടിയിൽ പോയിട്ട് ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ, അതാണ് ഇതി ഭോജേശ്വരേണ ഉക്തേ സതി. ഇപ്രകാരം ഭോജേശ്വരനായ കംസനാൽ പറയപ്പെട്ടപ്പോൾ, അക്രൂരൻ പറയപ്പെട്ടപ്പോൾ, സഹ അക്രൂരൻ എന്ത് ചെയ്തു? തദ്ദർശനേന നയനേ സഫലീകർത്തും ഉത്സുക. അക്രൂരൻ്റെ മനസ്സിൽ വലിയ ഒരു മോഹം ഉണ്ടായിരുന്നു, കുറേ കാലത്തെ മോഹം. ആദ്യം കംസൻ പറഞ്ഞതുപോലത്തെ ചിരകാലമായിട്ടുള്ളൊരു മനോഗതം ഉണ്ടായിരുന്നു. അക്രൂരനും ഉണ്ടായിരുന്നൊരു മോഹം
ശ്രീകൃഷ്ണനെ കാണണം എന്ന്. ആ മോഹമാണ് ഇപ്പം നടക്കാൻ പോണത്. അതാണ് പറയണത് തദ്ദർശനേന, ആ കണ്ണനെ കണ്ടിട്ട് നയനേ സഫലീകർത്തും, കണ്ണുകൾക്ക് സാഫല്യമടയാൻ വേണ്ടിയിട്ടുള്ളൊരു മോഹം അക്രൂരനും ഉണ്ടായിരുന്നു. അതെങ്ങനെ സഫലമാക്കാമെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്താണ് കംസൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ശ്രീകൃഷ്ണനെ പോയി കൊണ്ടുവരണമെന്ന്. അല്ലെങ്കിൽ അക്രൂരൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അമ്പാടിയിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് കാണണം, മധുരാപുരിയിലേക്ക് ഭഗവാൻ വരുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആ വംശത്തിൽ തന്നെ പിറന്ന തനിക്ക് ശ്രീകൃഷ്ണനെ കാണാൻ ഭാഗ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് നടന്ന ആളാണ് അക്രൂരൻ. അങ്ങനെ വളരെ കറകളഞ്ഞ ഭക്തി ഉണ്ടായിരുന്ന അക്രൂരന് അതുപോലെ തന്നെയുള്ളൊരു അനുഗ്രഹം കിട്ടുകയാണ്. അവിടെ പോയിട്ട് അമ്പാടിയിൽ പോയിട്ട് ശ്രീകൃഷ്ണനെ കൊണ്ടുവരാൻ ഉള്ള ഒരു രാജാവിൻ്റെ ആജ്ഞ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി. എന്താ ചെയ്തത്? തദ്ദർശനേന നയനേ സഫലീകർത്തും ഉത്സുക, ഭഗവാനെ കണ്ടിട്ട് കണ്ണുകളൊക്കെ സഫലമാക്കുവാൻ, കണ്ണുകൾക്ക് അനുഗ്രഹം കിട്ടുവാൻ, കാഴ്ച കൊണ്ട് ജീവിതം തന്നെ സഫലമാക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ആ അക്രൂരൻ തഥാ ഇതി അന്വമന്യത, തഥാ അങ്ങനെയാവട്ടെ ഞാൻ ചെയ്തോളാം എന്ന് അന്വമന്യത അനുമതി കൊടുത്തു, അല്ലെങ്കിൽ അനുസരിക്കാം, പറഞ്ഞത് കേൾക്കാം. അതായത് ഞാൻ പൊയ്ക്കോളാം, കണ്ണനെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നോളാം എന്ന് വാക്കുകൊടുത്തു. അത് തൻ്റെ മോഹം കൊണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു കംസൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് അക്രൂരന് മനസ്സിലായോ എന്നുള്ള രീതിയിൽ കവി പറയണില്ല. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണനെ ധനുര്യാഗത്തിൻ്റെ പേരും പറഞ്ഞു കൊണ്ടുവരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായിരുന്നു അഭീഷ്ടം, കംസൻ്റെ മനസ്സിലുണ്ടായിരുന്ന അഭീഷ്ടത്തിനെ പറ്റിയിട്ട് അക്രൂരന് അറിഞ്ഞിരുന്നുവോ എന്നുള്ളത് വ്യക്തമല്ല. ഇത് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ശ്രീകൃഷ്ണനെ കാണാലോ എന്നുള്ള മോഹം കൊണ്ട് കംസൻ പറഞ്ഞ വാക്കുകൾ അപ്പാടെ തന്നെ ഒരു അണുവിട മാറ്റാതെ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശിരസ വഹിക്കുകയാണ് അക്രൂരൻ ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത് തഥാ ഇതി അന്വമന്യത, ഞാൻ തന്നെ ചെയ്തോളാമെന്ന് അംഗീകരിച്ചു, വാക്കുകൊടുത്തു എന്നർത്ഥം. എന്നിട്ട് അക്രൂരൻ എന്താ ചെയ്തത് എന്ന് പറയുകയാണ്. 38-ാമത്തെ ശ്ലോകം നോക്കൂ. ആരുഹ്യരഥമക്രൂരഃ പുരാത് പ്രമുദിതോ യയൗ ദദർശ ച പദം ശൗരേ പതാകാശതശോഭിതം. പദച്ഛേദം പറയാം, വളരെ കുറച്ചേ ഉള്ളൂ. ആരുഹ്യ രഥം അക്രൂര പുരാത് പ്രമുദിത യയൗ ദദർശ ച പദം ശൗരേ പതാകാശതശോഭിതം. മുദിത അക്രൂര, കംസൻ ഇങ്ങനെ പറഞ്ഞയച്ചപ്പോൾ ഏറ്റവും അധികം ആനന്ദം അനുഭവിച്ചവനായ അക്രൂരൻ. മുദ് എന്ന് പറഞ്ഞാൽ ആനന്ദം. മുദ് ആനന്ദോ അസ്യ ജാതേതി മുദിത, വളരെയധികം സന്തോഷവാനായിട്ടുള്ള അസുലഭമായിട്ടുള്ള ഒരവസരമാണ് അക്രൂരന് കിട്ടിയത് എന്നുള്ള ആ സന്തോഷത്തോടു കൂടിയിട്ട് അക്രൂരൻ എന്ത് ചെയ്തു? രഥം ആരുഹ്യ, രഥത്തിൽ കയറിയിട്ട് പുരാത് യയൗ, പുരാത് ആ പുരത്തിൽ നിന്നും, മധുരാപുരത്തിൽ നിന്നും അമ്പാടിയിലേക്ക് യാത്ര തിരിച്ചു. കിട്ടിയത് മറ്റാർക്കും കിട്ടാത്തൊരവസരമാണ്. വേറെ ആരെയല്ല പറഞ്ഞയച്ചത്, തന്നെ പറഞ്ഞയച്ചു എന്നുള്ളതിൻ്റെ സന്തോഷം, രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമായി എന്നുള്ളതിൻ്റെ സന്തോഷം, അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് സന്തോഷം ശ്രീകൃഷ്ണനെ തൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് രഥത്തിൽ കയറിയിട്ട് അക്രൂരൻ നഗരത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു. അതായത് നഗരത്തിൽ നിന്ന് ദൂരെയാണല്ലോ ഈ അമ്പാടി എന്നൊക്കെ പറയുന്നത്, കുറേ അധികം ദൂരെ പോകണം. കാടിൻ്റെ അടുത്തൊക്കെയാണ്, പശുക്കളൊക്കെ താമസിക്കുന്ന സ്ഥലം, അവയ്ക്ക് പുല്ലും വെള്ളമൊക്കെ ധാരാളം കിട്ടണ കാടിൻ്റെയൊക്കെ അടുത്താവും. അവിടേക്ക് രഥവുമായിട്ട് രഥം തെളിച്ചുകൊണ്ട് അക്രൂരൻ പുറപ്പെട്ടു. എന്നിട്ട് അങ്ങനെ പോയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ, അതായത് മധുരാപുരിയിൽ നിന്നൊക്കെ പോയി, നഗരത്തിൽ നിന്നൊക്കെ പോയിട്ട് അങ്ങനെ ഈ അമ്പാടിയുടെ അടുത്തെത്തിയപ്പോഴേക്കും അക്രൂരൻ ദൂരെ നിന്ന് കാണുകയാണ്. ശൗരേഹേ പതാകാശതശോഭിതം പദം ദദർശ ച, ശൗരേഹേ പദം ദദർശ, ശൗരിയുടെ പദം. ശൗരി ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ്റെ പദം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം. എങ്ങനെയുള്ള വാസസ്ഥാനമാണ് കണ്ടത്? പതാകാശതശോഭിതം. പതാകാശതങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പതാകകൾ, കൊടിതോരണങ്ങൾ ഒക്കെ ഇങ്ങനെ അതൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായ ഭഗവാന്റെ പ്രദേശം, ഭഗവാൻ വാഴുന്നതായിട്ടുള്ള സ്ഥലം ദൂരെ നിന്ന് തന്നെ അക്രൂരൻ കണ്ടു. അപ്പോൾ വീടും സ്ഥലങ്ങളും ഒന്നും കണ്ടില്ലെങ്കിലും ദൂരെ നിന്ന് ഈ കൊടികൾ കാണാം. കുറേ അധികം 20-ൽ കൂടുതൽ കൊടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എണ്ണമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ 100 എന്ന് പറയാമെന്നാണ് വ്യാഖ്യാനത്തിൽ പറയണത്. അപ്പോൾ വിംശത്യാദ്യാ സദൈകത്വേ ഇത്യേകവചനം, അതാണ്
പതാകാനാം ശതേന വിംശത്യാദ്യ സദൈകത്വേ ഇത്യേകവചനം ശോഭിതം. അങ്ങനെ കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചു വച്ചിരിക്കുന്നതായ ഭഗവാന്റെ ആ ജന്മസ്ഥലം അല്ലെങ്കിൽ ജീവിതസ്ഥാനം, ആ അമ്പാടി കണ്ടിട്ട് ദൂരെ നിന്ന് തന്നെ അക്രൂരന് വളരെയധികം സന്തോഷമായി. വളരെ ആനന്ദത്തോടു കൂടിയിട്ടാണ് അക്രൂരൻ വ്രജത്തിലേക്ക് കയറി ചെന്നത് എന്നാണ് 38ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഉപായശ്ച ധനുർയാഗശൂരാണാം കൗതുകാവഹ തസ്യ തദ്ദർശനൗത്സുക്യം ജനയാഭീഷ്ടസിദ്ധയേ ഇതി ഭോജേശ്വരേണോക്തേ സ തഥേത്യന്വമന്യത തദ്ദർശനേന നയനേ സഫലീകർത്തുമുത്സുക. ആരുഹ്യ രഥമക്രൂരഃ പുരാത് പ്രമുദിതോ യയൗ ദദർശ ച പദം ശൗരേ പതാകാശതശോഭിതം. അങ്ങനെ അക്രൂരൻ അമ്പാടിയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ശ്ലോകം തീർക്കുന്നത്. ഇനി അമ്പാടിയിൽ ചെന്നിട്ടുള്ളതായ വർത്തമാനങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.